എൻ്റെ പേര് രഹന, ഇതെൻ്റെ ഭർത്താവ് ശ്രീകാന്ത്, മകൾ ഗോപിക. ഞങ്ങൾ ആലുവയിൽ നിന്ന് വരുന്നു. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി ഞങ്ങളുടെ കുടുംബത്തെ ഇവിടെ നിർത്തിയതിന്. 2024 ഏപ്രിൽ 24 ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. അത് ഭർത്താവിൻ്റെ ജോലി സംബന്ധമായ കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നൊരവസ്ഥയിലാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി വസ്തുക്കൾ തൈലവും ഉപ്പും ഭക്ഷണത്തിൽ കൊടുക്കുകയും തൈലം ദിവസവും നെറ്റിയിൽ ചാർത്തി പ്രാർത്ഥിക്കുകയും അതുപോലെ പ്രഭാത പ്രാർത്ഥനയും സായാഹ്ന പ്രാർത്ഥനയും കൃത്യമായിട്ട് നിർവഹിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിൻ്റെ ജോലി ഒരു 6 മാസങ്ങൾക്ക് ശേഷം തിരികെ ലഭിക്കുകയും അദ്ദേഹത്തിനുണ്ടായിരുന്ന ദുശീലങ്ങളെല്ലാം പൂർണ്ണമായിട്ടും മാറാൻ മാതാവും തിരുക്കുമാരനും സഹായിക്കുകയും ചെയ്തു. അദ്ദേഹം മദ്യപാനത്തിനും പുകവലിക്കും അടിമയായിരുന്നു. അദ്ദേഹത്തിന് ജോലി നഷ്ടപ്പെടുന്നത് 2023 ഒക്ടോബറിലാണ് അദ്ദേഹത്തിൻ്റെ ജോലി നഷ്ടപ്പെടുന്നത്. ജോലി നഷ്ടപ്പെട്ട് 3-4 മാസം നമ്മൾ വളരെയധികം സ്ട്രഗിൾ ചെയ്തിരുന്ന സമയത്ത് അദ്ദേഹത്തിന് ജോലി നഷ്ടപ്പെടുന്നത് അദ്ദേഹം ജോലിയിൽ ഈ മദ്യപാനം ഉള്ളത് കൊണ്ട് തന്നെ കൃത്യമായിട്ട് ജോലിയിൽ ചില സമയത്ത് പോകാറുണ്ടായിരുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന് ജോലി നഷ്ടപ്പെടുന്നത്. ജോലി നഷ്ടപ്പെട്ട് ഒരു 3-4 മാസം വളരെ സ്ട്രഗിൾ ചെയ്തു. കാരണം കൃപാസനത്തെക്കുറിച്ചെല്ലാം ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ടെങ്കിലും ഇങ്ങോട്ട് വരാനോ അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ കിട്ടുന്ന പത്രം തുറന്നു നോക്കാൻ പോലും ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ജപമാല ഞാൻ എല്ലാ ദിവസവും ചൊല്ലുമായിരുന്നു. അങ്ങനെ വളരെ ബുദ്ധിമുട്ട് നിൽക്കുന്ന സമയത്ത്, അതായത് ഇനി അങ്ങോട്ട് മുമ്പോട്ടൊരു ജീവിതമില്ല എന്ന് തീരുമാനിച്ച ഒരു സമയത്താണ് ആകസ്മികമായിട്ട് എൻ്റെ മൊബൈലിൽ ഒരു 23 വയസ്സുള്ള ഒരു പയ്യൻ്റെ സാക്ഷ്യം ഞാൻ കേൾക്കുന്നത്. അത് കേട്ട് കഴിയുമ്പോൾ അത് റിപ്പീറ്റഡ്ലി ഞാൻ ആ സാക്ഷ്യം കേട്ടു. അതെവിടെയോ എനിക്ക് സ്ട്രൈക്ക് ചെയ്തു. പിന്നീട് ഞാൻ മൊബൈലിൽ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് നോക്കുകയും കൃപാസനത്തെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുകയും അതിനെക്കുറിച്ച് എന്നോട് ആദ്യം പറഞ്ഞിരുന്നവരോട് ഞാൻ കോൺടാക്റ്റ് ചെയ്ത് ഇതെങ്ങനെയാണ് ഉടമ്പടി എടുക്കുന്നത് എന്നെല്ലാം കൃത്യമായിട്ട് അറിയുകയും ഏപ്രിൽ 2024 ഏപ്രിൽ 22 ഓൺലൈനിൽ ഞാൻ ഉടമ്പടി എടുത്തു. പക്ഷേ 22 ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം അന്ന് രാത്രി ഞാൻ പ്രാർത്ഥിച്ചു. 23 രാവിലെയും പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്ക് ഒട്ടും പറ്റുന്നില്ല, എങ്ങനെയും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണമെന്നുള്ളത്. അപ്പോൾ ഞാൻ മകളോട് പറഞ്ഞു, നാളെ നമുക്ക് ഉടമ്പടി എടുക്കാം, കൃപാസനത്തിൽ പോകാം. ഇങ്ങോട്ടുള്ള വഴി പോലും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞത് ആലുവയിൽ നിന്ന് ബസ് കയറിയാൽ മതി, ആ ബസ്സിൽ നിനക്ക് ആരെങ്കിലും ഉണ്ടാവും വഴികാട്ടിയായിട്ടെന്ന്. അങ്ങനെ പക്ഷേ ബസ്സിൽ കയറിയിരുന്നപ്പോൾ തന്നെ എൻ്റെ അടുത്ത് 2 സ്റ്റോപ്പിന് ശേഷം ഒരു അമ്മയും അവരുടെ മകനും വന്നിരുന്നു. അവരെങ്ങോട്ടാണെന്ന് ചോദിച്ചപ്പോൾ കൃപാസനത്തിലേക്കാണ്. അവരവരുടെ പ്രശ്നവും ഞാൻ എൻ്റെ പ്രശ്നവും പറഞ്ഞ് ഉടനെ അവരെന്നോട് പറഞ്ഞത് ഇനി വിഷമിക്കേണ്ടി വരില്ല, കാരണം അമ്മയെ ഏൽപ്പിച്ചോളൂ എല്ലാം എന്നാണ്. അങ്ങനെ ഞാനിവിടെ വന്ന് അതുവരെയും ഇല്ലാത്ത ഒരു കരച്ചിലായിരുന്നു ഞാനിവിടെ നിന്ന് കരഞ്ഞത്. പക്ഷെ ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത് അതിലേറെ സന്തോഷത്തോടു കൂടിയാണ്. അന്ന് കരഞ്ഞ കരച്ചിൽ പിന്നെ എനിക്ക് സങ്കടപ്പെട്ട് കരയേണ്ടി വന്നിട്ടില്ല. മാതാവും തിരുക്കുമാരനും അതിനെനിക്ക് ഇടവരുത്തിയിട്ടില്ല. എല്ലാ ദിവസവും ഞാൻ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുകയും കൃത്യമായിട്ട് ഉപയോഗിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. പതിയെ എൻ്റെ ഭർത്താവിൽ മാറ്റങ്ങൾ സംഭവിച്ചു. ഇങ്ങോട്ട് പ്രാർത്ഥന സമയം ആവശ്യപ്പെടുകയും എന്നോടൊപ്പം പ്രാർത്ഥിക്കാൻ വരികയും ചെയ്തു. അങ്ങനെ ഒരു ഓഗസ്റ്റ് മാസം എൻ്റെ പുതുക്കേണ്ട സമയത്ത് ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒരു ദിവസം ഇദ്ദേഹം എന്നോട് ചോദിച്ചു, ഞാനും ഉടമ്പടി എടുത്താൽ എന്തായിരിക്കും? അപ്പം ഞാൻ പറഞ്ഞു, വളരെ നല്ലതായിരിക്കും, കാരണം മാറ്റങ്ങളുണ്ടാവും. ഇപ്പം തന്നെ ഒരുപാട് മാറ്റം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചില്ലേ. അങ്ങനെ ഓഗസ്റ്റ് 24 ഞാനും അദ്ദേഹവും കൂടി വന്ന് ഇവിടെ ഉടമ്പടി അദ്ദേഹം എടുക്കുകയും ഇതിപ്പോൾ എൻ്റെ 4ാമത്തെ പുതുക്കലും അദ്ദേഹത്തിൻ്റെ 2ാമത്തെ പുതുക്കലുമാണ്. ആ ജോലി കാരണം നമുക്ക് തിരിച്ച് കിട്ടില്ല എന്ന് പ്രതീക്ഷിച്ച ജോലിയാണ്. അദ്ദേഹത്തിന് എല്ലാ ദിവസവും നമ്മൾ ഭക്ഷണത്തിൽ ഉപ്പ് കൊടുക്കുമായിരുന്നു. അതോടുകൂടി പല രീതിയിലുള്ള വ്യത്യാസങ്ങൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും അത് എൻ്റെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്. ഞാനും ഉപ്പിട്ട് ഭക്ഷണം കഴിക്കുകയും ഇതെല്ലാം ചെയ്ത് ഞാൻ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡായിരുന്നു. പൂർണ്ണമായിട്ടല്ലെങ്കിൽ പോലും വളരെയധികം അത് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം എനിക്ക് ആരോടെങ്കിലും ഒരു ദേഷ്യം തോന്നിക്കഴിഞ്ഞാൽ ഞാൻ സംസാരിക്കില്ലായിരുന്നു അവരോട്. പക്ഷേ ഇപ്പോൾ എത്ര ദേഷ്യം എൻ്റെ ഉള്ളിലുണ്ടെങ്കിലും അവരുടെ മുഖത്ത് നോക്കി ഒരു ചിരിയെങ്കിലും ചിരിക്കാനായിട്ട് എനിക്കിപ്പോൾ സാധിക്കും. അദ്ദേഹത്തിന് ജോലി കിട്ടി. അതിനുശേഷം കാരണം നമുക്ക് ജോലിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. സ്വന്തമായിട്ട് അദ്ദേഹം സ്ഥാപനം തുടങ്ങി, പക്ഷെ അതും സക്സസ് ആയിരുന്നില്ല. അങ്ങനെ ജോലിക്ക് അദ്ദേഹത്തിന് അതിൻ്റെ ഇടയ്ക്ക് ഓഗസ്റ്റ് 24 സെപ്റ്റംബർ 30 ഇന്നൊരു വർഷം തികയാണ്. അദ്ദേഹത്തിന് അന്ന് സെപ്റ്റംബർ 30 രാവിലെ അറ്റാക്ക് വരികയും നമ്മൾ തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ അവിടെയും ദൈവം പ്രവർത്തിച്ചു. കാരണം നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല, ഇത് ഗ്യാസിൻ്റെ പ്രശ്നമാണ്, നിങ്ങൾ വീട്ടിൽ പോയിക്കോളൂ എന്ന് പറഞ്ഞു.
ഒരു 1.5 മണിക്കൂർ ഒബ്സർവേഷൻ നിർത്തിയിട്ട് അവർ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് ഞങ്ങൾ നോക്കിയ സീനിയർ ഡോക്ടർ, ഇതിക്ക് മുമ്പ് ഒരു ചെറിയ പ്രശ്നം വന്ന് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഡോക്ടറെ കണ്ട് പോരാമെന്ന രീതിയിൽ നിൽക്കുമ്പോഴാണ് സീനിയർ ഡോക്ടർ അവിടെ വരുന്നു. സീനിയർ ഡോക്ടർ വന്നപ്പോൾ പുള്ളി ബെഡിൽ കിടന്ന് ഞെരിപിരി കൊള്ളുകയാണ്, അദ്ദേഹത്തിന് വേദനയ്ക്ക് ഒരു കുറവുമില്ല. അപ്പോൾ വേഗം ഡോക്ടർ വന്നിട്ട് ചോദിച്ചു എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ പ്രശ്നം പറയുന്നുണ്ട്, ആൾക്ക് ഒട്ടും കുറവില്ല, ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് കുറവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഡോക്ടർ ഒന്നുകൂടി റിപ്പീറ്റ് ECG പറഞ്ഞു. ECG പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഡോക്ടർ പറഞ്ഞു നേരെ ആസ്റ്ററിലേക്ക് പോയിക്കോളൂ, കാരണം ആൾക്ക് അറ്റാക്കായിട്ട് ഞങ്ങൾക്കൊരു സംശയമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അപ്പോൾ തന്നെ അവർ ആംബുലൻസിൽ ഞങ്ങളെ ആസ്റ്ററിലെത്തിക്കുന്നു. അവിടെ ചെല്ലുമ്പോൾ ഇവിടെ നെഗറ്റീവായിരുന്ന എല്ലാ റിസൾട്ടുകളും അവിടെ ചെല്ലുമ്പോൾ പോസിറ്റീവായി, ട്രോപ്പയൊക്കെ ഹൈ ആകുന്നു, ECGയിൽ ഹൈ വേരിയേഷൻസ് വരുന്നു, നേരെ ICUയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അത് മാതാവിൻ്റെ ഇടപെടൽ. കാരണം 1 മണിക്കൂറിന് ശേഷം തിരിച്ച് വീട്ടിൽ പോകാനിരുന്ന് ഞങ്ങൾ ആൻജിയോപ്ലാസ്റ്റാണ് അവിടെ ചെല്ലുമ്പോൾ ഡോക്ടർ പറയുന്നത് നമ്മുടെ അടുത്ത് ബ്ലോക്ക് ഉണ്ട്, ആൻജിയോപ്ലാസ്റ്റ്. അങ്ങനെ ഞങ്ങൾ അതിന് ഓരോ പ്രാവശ്യം ICUയിൽ കയറുമ്പോഴും ഞാൻ ഉപ്പും തൈലം ഉപയോഗിക്കുകയും കാശരൂപം വച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. വേറെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ വളരെ ഭംഗിയായിട്ട് തന്നെ അതൊക്കെ കഴിയുകയും ചെയ്തു. ഞാൻ അതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. അതിന് ഒരിക്കൽ ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞ് ആൻജിയോപ്ലാസ്റ്റ് കഴിഞ്ഞിട്ടും പിന്നീട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് അവരും ICUയിൽ കിടക്കുന്നുണ്ടായിരുന്നു. അവർ ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ തൈലം, അവർ ICUയിൽ എന്നോടൊപ്പം കയറുമ്പോൾ ഞാൻ ഈ തൈലവും അവരുടെ കയ്യിൽ കൊടുത്തിട്ട് വച്ച് പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞ് കൊടുക്കുമായിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞത് ആ കുട്ടി സംസാരിച്ചു, കാരണം അതുവരെ സംസാരിക്കുകയോ കണ്ണു തുറക്കുകയോ ചെയ്യാതിരുന്ന കുട്ടി സംസാരിച്ചു എന്ന് പറഞ്ഞു. ഞാൻ അതിനുശേഷം പത്രം കൊടുക്കുകയും പ്രാർത്ഥനകൾ അയച്ചു കൊടുക്കുകയും ചെയ്തു. പറ്റുമെങ്കിൽ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുക, അല്ലെങ്കിൽ കൃപാസനത്തിൽ ചെല്ലാൻ ഞാൻ പറഞ്ഞിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ജോലിയുടെ കാര്യം സംസാരിച്ചു. ഒക്ടോബറിൽ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നെല്ലാം വരുന്നു. നവംബറിൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരു വ്യക്തി പറയുന്നു നമ്മുടെ സ്ഥാപനത്തിൽ അവരായിട്ടൊന്ന് സംസാരിക്കുക, കാരണം നമ്മൾ റിലേറ്റീവ്സ് തന്നെയാണ് അവർ. അപ്പോൾ ഒന്ന് സംസാരിച്ച് നോക്ക്, ചിലപ്പോൾ അതുവരെ നമുക്കൊരു ഹോപ്പ് ഉണ്ടായിരുന്നില്ല തിരിച്ച് ജോലിയിൽ പ്രവേശിക്കാൻ പറ്റുമെന്നുള്ളത്. പക്ഷേ ഇദ്ദേഹം ഇനിഷ്യേറ്റീവ് എടുത്ത് അവർ പറഞ്ഞതിൻ്റെ ഇതിൽ എൻ്റെ ഹസ്ബൻഡ് അവിടെ ചെല്ലുകയും അവിടെ ചെന്ന് അവർ അതിക്ക് മുമ്പ് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടെന്ന് ജോലി ഇതൊന്നിനെക്കുറിച്ച് ഒന്നും സംസാരിക്കാതെ വളരെ സ്നേഹത്തോടെ സംസാരിക്കുകയും നമുക്ക് നോക്കാം, തിരിച്ച് ഓഫീസിലേക്ക് വരുന്ന കാര്യം നോക്കാമെന്ന് പറഞ്ഞ് ഒരാഴ്ചയ്ക്ക് ശേഷം ഞങ്ങളെ കുടുംബമായിട്ട് അവരുടെ വീട്ടിലേക്ക് വിളിക്കുകയും അടുത്ത ദിവസം തന്നെ അദ്ദേഹത്തെ ജോലിയിൽ പ്രവേശിപ്പിക്കുകയും ഇപ്പോൾ അദ്ദേഹം ആ സ്ഥാപനത്തിൽ തന്നെ, ഇവിടെ നിന്നാണോ അദ്ദേഹം ഇറങ്ങിയത്, ആ സ്ഥാപനത്തിൽ തന്നെ അദ്ദേഹം ജോലി ചെയ്യുകയാണ്. അതിനുശേഷം വളരെ ഞാൻ പറഞ്ഞു വളരെ അത്രയും സങ്കടത്തോടുകൂടി വന്ന ഞാനിന്ന് കുടുംബമായിട്ടാണ് ഈ ആൾത്താരുടെ മുൻപിൽ നിന്ന്, മാതാവിൻ്റെ മുമ്പിൽ നിന്ന് സാക്ഷ്യം പറയുന്നത്. അതാണ് എൻ്റെ ഏറ്റവും ആദ്യത്തെ സാക്ഷ്യം. പിന്നെ എൻ്റെ മകൾ ഗോപിക ഇപ്പോൾ തൃശ്ശൂർ LLB ലോ കോളേജിൽ LLBക്ക് പഠിക്കുന്നു. അവളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഞങ്ങളുടെയും. കാരണം നമുക്കൊരു പ്രൈവറ്റായിട്ട് പഠിപ്പിക്കുന്നത് വളരെ കോസ്റ്റ്ലിയാണ്, LLBക്കൊക്കെ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങളെക്കൊണ്ട് സാധ്യമല്ല. പക്ഷെ അവളുടെ ഒരു ഡ്രീമാണ്. അതുകൊണ്ട് തന്നെ അവളും ഉടമ്പടി എടുത്തിരുന്നു. അവൾ പറഞ്ഞൊരു കാര്യമുണ്ട്, അമ്മ എനിക്ക് പൈസ കൊടുത്ത് എനിക്ക് പഠിക്കേണ്ട ഇനി അങ്ങോട്ട്, കാരണം ഇവിടുത്തെ ബുദ്ധിമുട്ട് അവൾക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് പൈസ കൊടുത്ത് എനിക്ക് പഠിക്കേണ്ട. അപ്പോൾ അവൾക്കതൊരു വിഷമം ഉണ്ടെന്ന് ഞാൻ അടുത്ത് സാരല്ല എൻട്രൻസ് എഴുതുക. അപ്പോൾ ഒരു കോച്ചിങ്ങിന് പോലും വിടാൻ നമ്മുടെ കയ്യിൽ സാമ്പത്തികമായിട്ട് ഇല്ലാത്തത് കൊണ്ട് ഫ്രീ കോച്ചിങ് ഉണ്ടായിരുന്നു എറണാകുളം ലോ കോളേജിൽ. അതിനാണ് അവളൊരു 3 മന്ത്സോളം അവൾ കോച്ചിങ്ങിന് പോകുന്നതും. അവൾക്ക് റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ 1000 സംതിങ് ആണ് അവളുടെ റാങ്ക്. ആ റാങ്ക് വെച്ച് കഴിഞ്ഞ വർഷത്തെ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ മാക്സിമം 850 റാങ്ക് വരെയാണ് ഗവൺമെൻറ് ലോ കോളേജുകളിൽ. കേരളത്തിൽ ആകെ 4 ഗവൺമെൻറ് ലോ കോളേജ് മാത്രമേ ഉള്ളൂ. അവളുടെ റാങ്ക് വെച്ച് ഒരു കാരണവശാലും ലോ കോളേജിൽ കിട്ടില്ല. പിന്നെ നമ്മൾ അന്വേഷിക്കുമ്പോൾ അടുത്തൊരു എയ്ഡഡ് കോളേജാണ്, എന്നാലും ഗവൺമെൻറ് ഫീസ് നമ്മൾ കൊടുക്കണം. അതും ഏകദേശം 1 ലക്ഷം രൂപയുടെ അടുത്താവും. നമ്മളെക്കൊണ്ട് സാധിക്കില്ല എന്ന് തന്നെ നമ്മൾ വിചാരിച്ചു. പക്ഷേ അവളുടെ അടുത്ത് ഞാൻ പറഞ്ഞു നമുക്ക് എങ്ങനെയും പഠിക്കാം. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ പൂർണ്ണമായിട്ട് അദ്ദേഹത്തിൻ്റെ ജോലി, എൻ്റെ ജോലി, ഞാനൊരു അധ്യാപികയാണ്, അപ്പോൾ നമുക്കത് സാധിക്കും എന്ന രീതിയിൽ അവളത് ഹോപ്പ് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ അവൾ പറഞ്ഞത് എനിക്ക് പഠിക്കേണ്ട, ഗവൺമെൻറ്റിലല്ലാതെ എനിക്ക് പഠിക്കേണ്ട. അപ്പോൾ അതിന് എക്സാമിന് പോകുന്ന സമയത്ത് തന്നെ അവൾ ഉടമ്പടി തൈലവും ഉപ്പും ഉപയോഗിച്ചിട്ടാണ് അവൾ എക്സാമിന് പോയത്. അപ്പോൾ 1200 റാങ്ക് വന്നപ്പോൾ അവൾക്കൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു നീ മാതാവിൽ ഉടമ്പടി വെച്ചിട്ടുണ്ടല്ലോ, സാരല്ല, മാതാവ് അത് നോക്കും, മാതാവിനൊരു നിന്നെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടാവും, അതായിരിക്കും മാതാവ് നടത്തുക എന്നുള്ളത്. അങ്ങനെ ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു, മൊബൈലിൽ ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു എന്ന് പറഞ്ഞപ്പോൾ നേരെ പ്രെയർ റൂമിലേക്കാണ് ചെന്നത്. പ്രെയർ റൂം എന്നല്ല, ഞങ്ങളൊരു റൂമിലാണ് പ്രെയറിന് സെറ്റ് ചെയ്തിരിക്കുന്നത്. അവിടേക്ക് ചെന്ന് മൊബൈൽ ഓൺ ചെയ്യുമ്പോൾ ട്രയലിൽ വന്നിരിക്കുന്നത് ഗവൺമെൻറ് ലോ കോളേജ് തൃശ്ശൂരാണ്.
സത്യം പറഞ്ഞാൽ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല 1200 റാങ്കിൽ അവിടെ കിട്ടും. കാരണം കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ ഒരു ഹോപ്പുമില്ല. അത് മാതാവ് കൊടുത്ത സമ്മാനമാണ്. അത് ഞാൻ എപ്പോഴും പേടിയായിരുന്നു. ഫസ്റ്റ് ട്രയലാണല്ലോ, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളത്. പക്ഷേ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും അവൾക്ക് തൃശ്ശൂർ ലോ കോളേജിൽ തന്നെയാണ് കിട്ടിയത്. അവൾ തൃശ്ശൂരാണ് ഇപ്പോൾ പഠിക്കുന്നത്. ഹോസ്റ്റലിൽ നിന്നാണ് ഇപ്പോൾ പഠിക്കാൻ. പോക്ക് വരെ ബുദ്ധിമുട്ടായതുകൊണ്ട് അവൾ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ സാക്ഷ്യം പറയാനും മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി പുതുക്കുന്നതിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഉടമ്പടി വസ്തുക്കളുടെ പ്രയോഗം കൊണ്ട് ഇതെല്ലാം സാധിക്കുന്നതോടൊപ്പം തന്നെ ആത്മീയമായിട്ടും വ്യക്തിപരമായിട്ടും ഒരുപാട് മാറ്റങ്ങൾ. ഞങ്ങൾ പറഞ്ഞു, ഒരുപാട് ദേഷ്യം, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. കുറേയൊക്കെ ഹസ്ബൻഡ് റോങ് ആയിട്ട് വരുന്നതിന് എൻ്റെ ഒരു സ്വഭാവം കൂടിയുണ്ട്. കാരണം ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഞാൻ ദേഷ്യപ്പെടുമായിരുന്നു. അതൊക്കെ കുറേയൊക്കെ കുറഞ്ഞു, പൂർണ്ണമായിട്ടല്ല. ഞാൻ അച്ഛനോട് പറഞ്ഞു 100% എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, പക്ഷേ 70% എന്നിൽ വ്യത്യാസങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലാണെങ്കിലും എനിക്ക് എന്തെങ്കിലും, കാരണം നമ്മൾ പറയുന്ന പോലെ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ് നമ്മൾ. അപ്പോൾ നമുക്ക് തൊട്ടടുത്ത് നിൽക്കുന്നവരുടെ എന്തെങ്കിലും ഒരു ചെറിയ പിഴവ് കണ്ടാൽ അതെനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അവരോട് വളരെ ഹാഷായിട്ടാണ് സംസാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ട്. കുറച്ചൊക്കെ സോഫ്റ്റായിട്ട് അവരോട് മറ്റത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയല്ല, ഞാൻ ചിന്തിക്കുന്ന പോലെ എന്തുകൊണ്ട് അവർ ചിന്തിക്കുന്നില്ല എന്നാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്കറിയാം, അറിവില്ലാത്തത് കൊണ്ടാവാം. അത് പറഞ്ഞ് മനസ്സിലാക്കുകയും മറ്റുള്ളവർ പറയുന്നത് കുറച്ചുകൂടി കേൾക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. മറ്റത് അങ്ങനെയായിരുന്നില്ല. ഞാൻ കുറച്ച് ഡോമിനൻസ് പവറായിരുന്നു. എനിക്ക് എല്ലാം അറിയാമെന്നുള്ളൊരു ചിന്താഗതിയുള്ള കൂട്ടത്തിലായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറേയെല്ലാം താഴാൻ പൂർണ്ണമായിട്ട്, ഞാൻ ഒന്നുകൂടി പറയുന്നു, മാതാവിൻ്റെ മുമ്പിൽ ഇനിയും എളിമപ്പെടാനുണ്ട് ഒത്തിരി. എനിക്ക് അത് എളിമപ്പെടും. കാരണം ഇനി ഉടമ്പടിയിലായിരിക്കും, ഞാൻ എൻ്റെ ജീവിതാവസാനം വരെ ഉടമ്പടിയിലായിരിക്കും എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് മാതാവിന് വാക്ക് കൊടുത്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് പത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് കിട്ടിയ കാരണം എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ അനുഭവങ്ങൾ എൻ്റെ സുഹൃത്തുക്കൾക്കും എല്ലാം അറിയാം. അതുകൊണ്ട് അതിൽ എനിക്ക് കിട്ടിയ ഓരോ അനുഭവങ്ങളും ഞാൻ അവരോട് പറയുകയും അതുവഴി എൻ്റെ സുഹൃത്തുക്കൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ഈ സാക്ഷ്യങ്ങൾ കേൾക്കുന്നതിനും അല്ലെങ്കിൽ ഈ പ്രാർത്ഥനയിലാവാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ കൃപാസനത്തിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ പത്രവും ഉപ്പൊക്കെ എന്നോട് ചോദിക്കുന്ന സുഹൃത്തുക്കളാണ് എനിക്ക് ചുറ്റുമുള്ളത്. അതോടൊപ്പം തന്നെ കാരുണ്യപ്രവർത്തികൾ ഒത്തിരി എനിക്ക് ചെയ്തിട്ടില്ല, കാരണം അത്രയും സാമ്പത്തിക ബുദ്ധിമുട്ടിൽ കൂടിയാണ് ഞാൻ കടന്നു വന്നത്. പക്ഷേ എന്നാലാവുന്ന വിധത്തിൽ കാരുണ്യപ്രവർത്തികൾ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഏറ്റവും ഉപരി എൻ്റെ മുന്നിൽ വരുന്നവരോട് ഒരു നല്ല വാക്ക് പറയാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ. ദൈവം മറ്റുള്ളവരെ സ്നേഹിക്കാനാണ് മാധവ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ബൈബിൾ വായന. എനിക്കിപ്പോൾ ബൈബിൾ എനിക്കൊരു ദിവസം സമയം കിട്ടിക്കഴിഞ്ഞാൽ ഒത്തിരി ലൂസ് ടോക്കിനായിരുന്നു ഞാൻ ശ്രമിച്ചിരുന്നത്. കാരണം ചുമ്മാ ഗോസിപ്പും അതുപോലെ സംസാരിക്കാനാണ് ഞാൻ സമയം ചിലവഴിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് ബൈബിൾ വായിക്കാൻ ഞാൻ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ആ ബസ്സിലാണെങ്കിലും ഒരു സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഉടനെ മൊബൈൽ ഓൺ ചെയ്ത് ബൈബിൾ വായിക്കുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ജപമാല, അത് കയ്യിൽ ജപമാല ഇല്ലെങ്കിൽ പോലും ജപമാല ചൊല്ലുകയും സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ കോട്ടിൻ്റെ പോക്കറ്റിലേക്ക് എൻ്റെ കയ്യിലിരിക്കുന്ന ജപമാല എടുത്തിടുകയും ഒരു ഫ്രീ ടൈം കിട്ടിയാൽ അതിൽ ഒരു ക്ലാസ്സിൽ കയറുമ്പോൾ അതിൽ പിടിച്ചുകൊണ്ട് കയറാനും, അല്ലെങ്കിൽ എനിക്ക് ഒരു ഫ്രീ പീരീഡ് കിട്ടുമ്പോൾ ആ ജപമാല ചൊല്ലാനും ഒക്കെ ഞാൻ ശ്രമിക്കുന്നുണ്ട്. കൂടുതൽ ദൈവത്തെ മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ. ബാക്കിയെല്ലാം ദൈവം എനിക്ക് ബോണസായിട്ട് തന്നതാണ്. ദൈവത്തെ കൂടുതൽ അറിയാനും ആഴങ്ങളിലേക്ക് മനസ്സിലാക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം എൻ്റെ കുടുംബത്തെ എനിക്കിതുപോലെ മാതാവിൻ്റെ മുമ്പിൽ ചേർത്ത് നിർത്താൻ സാധിച്ചത് തന്നെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. എന്നും ഈ ഉടമ്പടിയിൽ തുടർന്നു കൊണ്ട് പോകാനുള്ള അനുഗ്രഹം എനിക്ക് നൽകണമേ എന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. സങ്കീർത്തനങ്ങൾ 91:14-15 തിരുവചനങ്ങൾ. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. രഹ്ന ശ്രീകാന്ത് എന്ന ഈ സഹോദരിയും ജീവിത പങ്കാളിയും മകളും കുടുംബത്തിൽ ഓരോരുത്തർക്കും ലഭിച്ച ദൈവാനുഭവങ്ങളെ വലിയ സന്തോഷത്തോടു കൂടി അമ്മ മാതാവിൻ്റെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. സഹോദരി പങ്കുവച്ചു. ജീവിത പങ്കാളിക്ക് ജോലി അവിചാരിതമായി നഷ്ടപ്പെട്ടത്, മദ്യപാന ശീലം കാരണം ജോലിയിൽ നന്നായി പോകുവാനാവാതിരുന്ന ക്ലേശാവസ്ഥകൾ, ആ പ്രതിസന്ധികൾ വീടിനകത്ത് കൂടി വരുമ്പോഴാണ് സഹോദരിയുടെ മൊബൈലിൽ ഒരു സാക്ഷ്യം, ഉടമ്പടി സാക്ഷ്യം കേൾക്കുകയും ഇതെന്താണ് എന്നറിയുന്നതിന് വേണ്ടി കൂടുതൽ അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും ജോസഫച്ചൻ്റെ ധ്യാനങ്ങളും കൂടുതൽ സാക്ഷ്യങ്ങളും കേൾക്കുന്നതിനും അങ്ങനെ തൻ്റെ കുടുംബത്തിൻ്റെ പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിന്
അമ്മയുടെ അരികിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടി തീരുമാനമെടുത്ത് ആദ്യം ഓൺലൈൻ ഉടമ്പടിയും പിന്നാലെ തീർത്ഥാടക ഉടമ്പടി എടുത്തുകൊണ്ട് കുടുംബത്തെ അമ്മ മാതാവിന് സമർപ്പിക്കുന്നത്. സഹോദരി സൂചിപ്പിക്കുന്നുണ്ട്, ഉടമ്പടി എടുത്ത നാൾ മുതൽ അമ്മ മാതാവ് ജീവിതത്തോട് ചേർന്ന് നിന്ന് ഓരോ പ്രയാസത്തെയും വീടിനകത്തുണ്ടായിരുന്ന ക്ലേശങ്ങളെയും ഒന്നൊന്നായി മാറ്റി തന്നുകൊണ്ടിരുന്നു. അത് സഹോദരൻ സാക്ഷ്യകൂടാരത്തിൽ സൂചിപ്പിച്ചു. ഉടമ്പടി എടുത്ത് അല്പനാൾ കഴിഞ്ഞപ്പോൾ തന്നെ ഇനി മദ്യപിക്കേണ്ട എന്ന് തോന്നുകയും പിന്നീട് ഇന്ന് വരെയും അതിലേക്ക് തിരികെ പോകാതെ പൂർണ്ണമായും ആ ശീലത്തിൽ നിന്ന് അത് ഉപേക്ഷിച്ച് മാറി നിൽക്കുവാൻ എനിക്ക് അമ്മ മാതാവ് സഹായിക്കുകയും ചെയ്തുവെന്ന അതൊട്ടും ചെറിയൊരു കാര്യമല്ല. നമ്മൾ അമ്മ മാതാവിൻ്റെ അരികിലേക്ക് ഈ ദുശീലങ്ങൾ മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് ആ വ്യക്തികളെ അതിനുവേണ്ടി ഒരുക്കുക, ആ വ്യക്തികളിൽ അതിനനുസരിച്ച് ശാരീരികമായ പ്രവൃത്തികളെ നിയന്ത്രിക്കുക, ഒപ്പം താല്പര്യങ്ങൾ പൂർണ്ണമായി വിടുവിക്കുക, എന്നിട്ട് ദൈവകൃപയോട് വ്യക്തികളെ ചേർത്ത് നിർത്തുക. ഈ പ്രോസസ്സ് മുഴുവനും നമുക്ക് ഈ സഹോദരൻ്റെ ജീവിതത്തിൽ കാണാൻ പറ്റും. ഒന്ന്, സഹോദരി ആദ്യം മുതൽ ഭക്ഷണത്തിൽ ഉടമ്പടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഉടമ്പടി ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ മുതൽ ചേട്ടൻ വളരെ മദ്യപാന ആസക്തിയിൽ നിന്ന് പിന്നോട്ട് മാറി മാറി വന്നു. ചേട്ടന് തന്നെ ഉടമ്പടി എടുക്കണമെന്ന തീരുമാനമുള്ളിലായി. അങ്ങനെ രണ്ടുപേരും കൂടി വന്ന് ചേട്ടനും ചേച്ചിയും ഉടമ്പടി എടുത്തുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുന്നുണ്ട്. അതോടുകൂടി ആ ശീലത്തിൽ നിന്ന് തന്നെ പൂർണ്ണമായും വിടുതൽ ലഭിച്ചുകൊണ്ട് കുടുംബത്തിൽ സമാധാനം കൈവന്നു തുടങ്ങി. സഹോദരി പറഞ്ഞു, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു, ഞങ്ങൾ ഒരുമിച്ച് പ്രേക്ഷിത പ്രവൃത്തികൾക്ക് പോകുമായിരുന്നു, എപ്പോഴും അമ്മ മാതാവിൻ്റെ വലിയ സംരക്ഷണം വീടിനകത്ത് അനുഭവിക്കുമായിരുന്നുവെന്ന. പ്രിയമുള്ളവരെ, ഒരാൾ ഉടമ്പടി എടുത്താൽ ആ ഒരാളിലൂടെ അനേകരെ അനുഗ്രഹിക്കുവാൻ അമ്മ മാതാവ് നമ്മളെ ഓരോരുത്തരെയും ഉപകരണമാക്കും. നമ്മൾ അമ്മയുടെ കരങ്ങളിലേക്ക് കൊടുക്കുന്ന നിയോഗങ്ങളോടൊപ്പം ആ വ്യക്തികളെ പൂർണ്ണമായി സമർപ്പിച്ചാൽ നിയോഗങ്ങൾ സാധിച്ചു കിട്ടുന്നതിനൊപ്പം വ്യക്തികൾ മാനസാന്തരപ്പെടുന്നതും വ്യക്തികൾ മരിയൻ ഉടമ്പടി ജീവിതത്തിലേക്ക് കടന്നു വരുന്നതും നമുക്ക് കാണാനാവും. അതുകൊണ്ട് നിയോഗങ്ങൾ, മക്കളുടെ നിയോഗങ്ങൾ, ഭർത്താവിൻ്റെ നിയോഗങ്ങൾ, കുടുംബത്തിൽ മറ്റാരുടെയും നിയോഗങ്ങൾ എഴുതുമ്പോൾ അവർക്ക് ഇന്നത് കിട്ടണമെന്നതിന് വേണ്ടിയല്ല, അവർ ക്രിസ്തുവിനെ അറിയുന്നതിന് വേണ്ടിയും അവരുടെ ജീവിതം കുറേ കൂടി ഗുണകരമാകുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കണം. അത് ദൈവസ്നേഹം നിറയുകയും അനുതാപം വളരുകയും കൂടുതൽ ദൈവനാമം മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിതം മാറുകയും ചെയ്യുന്നത് നമുക്ക് കാണാനാവും. സഹോദരി പറഞ്ഞു, ജീവിത പങ്കാളിക്ക് ഒരു ദിവസമുണ്ടായ നെഞ്ചുവേദന, ആശുപത്രിയിൽ ചെല്ലുമ്പോൾ വേറെ കുഴപ്പമില്ല, ഗ്യാസാണെന്ന് പറഞ്ഞു വിടാൻ നോക്കി. എന്നാൽ ഉടമ്പടിയിലുള്ളവർക്ക് എപ്പോഴും ഒരു സംരക്ഷണം ഗ്യാരൻറ്റീഡാണ്. അതുകൊണ്ടാണ് മറ്റൊരു ഡോക്ടർ കാണേണ്ട ആവശ്യം പോലും ഇല്ലാത്തൊരു വ്യക്തി വന്ന് നോക്കുകയും മറ്റൊരു വലിയ ആശുപത്രിയിലേക്ക് പറഞ്ഞയച്ചുകൊണ്ട് അത് അറ്റാക്കിൻ്റെ വലിയ ലക്ഷണമായിരുന്നുവെന്നും ഒരു ഗുരുതരമായ അറ്റാക്കിലൂടെ കടന്നു പോകുകയാണെന്നും അതിൻ്റെ ചികിത്സ തക്ക സമയത്ത് ലഭിക്കുവാനും പൂർണ്ണ ആരോഗ്യം നേടുവാനും സഹോദരനെ സഹായിച്ചത്. മൂന്നാമത്തത്, സഹോദരൻ്റെ സാക്ഷ്യത്തിന് സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ജോലി നഷ്ടപ്പെട്ടു, സ്വന്തമായി ഒരെണ്ണം തുടങ്ങി, അത് മെച്ചപ്പെട്ടില്ല, ഇനി എന്ത് ചെയ്യും എന്ന് മുന്നോട്ട് പോകാനാവാതെ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ ദൂതരെ പോലെ ചില വ്യക്തികൾ ജീവിതത്തിൽ ഇടപെടും. അവർ പറയുന്ന വാക്കുകളിൽ നമ്മുടെ നിയോഗത്തിൻ്റെ ഫലമുണ്ടാകും. അതാണ് സഹോദരി പറഞ്ഞത്. ഒരാൾ വന്ന് അവരോടൊന്ന് സംസാരിക്കുക എന്ന് പറഞ്ഞു. അത് സംസാരിക്കുവാൻ ചേട്ടൻ തന്നെ പോയി. ഒരു പിണക്കമില്ലാതെ പരിഭവമില്ലാതെ നമുക്കത് ഉടനെ പരിഗണിക്കാമെന്ന് പറഞ്ഞ് ആദ്യം ജോലി ചെയ്ത ഇടത്ത് തന്നെ ചേട്ടനെ വളരെ സന്തോഷത്തോടു കൂടി പരിഗണിക്കുന്നു. ഒരാഴ്ച കഴിഞ്ഞ് കുടുംബം ഒരുമിച്ച് അവിടെ പോവുകയും ചേട്ടൻ ഇന്ന് ആദ്യം എവിടെയാണോ ജോലി ചെയ്തിരുന്നത് അവിടെ തന്നെ അതേ ജോലി സന്തോഷത്തോടെ ചെയ്യുവാനുള്ള വഴികൾ ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നമ്മളേറെ ക്ലേശത്തോടു കൂടി ചില ജീവിതാവസ്ഥകൾ സങ്കീർണമാവുകയും ചില ബന്ധങ്ങൾ അറ്റുപോവുകയും ചില വിഷയങ്ങൾ പരിഹരിക്കപ്പെടാനാവാതെ കിടക്കുകയും ചെയ്യുമ്പോൾ അമ്മയുടെ കരങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ നാം പോലും അറിയാതെ ഈ മേഖലകളൊക്കെ സുഖപ്പെട്ടുകൊണ്ടിരിക്കും. ബന്ധങ്ങൾ ഐക്യത്തിലേക്കും സ്നേഹത്തിലേക്കും വരും. നഷ്ടപ്പെട്ടുവെന്ന് കരുതിയത് തിരികെ കൈകളിലേക്ക് വരും. ജീവിതത്തിന് പുതിയൊരു പ്രതീക്ഷ തരും. എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടെങ്കിൽ കുറവുകൾ മുഴുവൻ മാറ്റിക്കൊണ്ട് ഒരു പുതിയ സൃഷ്ടിയായി ജീവിതം മുന്നോട്ട് നയിക്കുവാൻ അമ്മ മാതാവ് നമ്മളെ ഈശോയിലൂടെ സഹായിച്ചു കൊണ്ടിരിക്കും. അതിൻ്റെ നല്ലൊരു സാക്ഷ്യവും മാനസാന്തരത്തിൻ്റെ ജീവിതവുമാണ് സഹോദരൻ്റെ ആ അനുഭവങ്ങളിലൂടെ നമുക്ക് പങ്കുവെച്ച് തരിക.
മകൾ അതുപോലെ തന്നെ അവൾ പഠിക്കുന്നുണ്ട്. വീടിൻ്റെ പ്രാരാബ്ദമറിയാം. അതുകൊണ്ട് ഉടമ്പടി എടുത്ത് അമ്മ മാതാവിനോട് പറയുന്നത്, എനിക്ക് LLB പഠിക്കണം, അതെൻ്റെ പാഷനും ഡ്രീമുമാണ്, സർക്കാർ കോളേജിൽ പഠിക്കുവാനായിട്ട് സഹായിക്കണം. സഹോദരി പറയുന്നുണ്ട് 1200 റാങ്ക്. തലേവർഷം 850 വരെയാണ് സർക്കാർ കോളേജുകളിൽ മെറിറ്റിൽ കയറിയിട്ടുള്ളത്. ഈ വർഷം അത് കയറത്തില്ല. എങ്കിലും ചില കാര്യങ്ങൾ നമുക്ക് വിചാരിക്കാനാവാത്ത വിധം നമുക്ക് വേണ്ടി അമ്മ മാതാവ് കുറച്ചുകൊണ്ടുവരും. ഇപ്പോൾ മകൾ 1200 റാങ്കുള്ളവൾ, അവൾ ഇന്ന് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ LLB കോളേജിൽ അവൾ പഠിക്കുകയാണ്. കാരണം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതിന് വേണ്ടി ദൈവം എത്ര കണ്ട് ചെറുതാകാനും എത്ര കണ്ട് താഴ്ന്നിറങ്ങി വരുവാനും അവൻ്റെ ജീവിതത്തെ നിവർത്തി നിൽക്കുവാനും കൂടെ ഉണ്ടാവും. അതാണ് നമ്മളിപ്പോഴും മനസ്സിലാക്കേണ്ടത്. നമ്മൾ ദൈവത്തോടൊപ്പം ഉണ്ടെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി താഴ്ന്നിറങ്ങി വരികയും നമ്മൾ നിവർന്നു നിൽക്കുവാൻ വേണ്ടി എന്തൊക്കെ ചെയ്തു തരണമോ അതൊക്കെ ചെയ്തു തരുവാൻ യാതൊരു മടിയുമില്ലാതെ കൂടെ നിന്ന് സഹായിച്ചു കൊണ്ടിരിക്കും. അതിൻ്റെ സാക്ഷ്യമാണ് മകളുടെ തുടർ പഠനം യാതൊരു പ്രയാസവുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സഹായിച്ചു എന്നതിലൂടെ വെളിപ്പെടുത്തുന്നത്. നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ ഇല്ലായ്മകളെ, കടന്നു പോകുന്ന പ്രതിസന്ധികളെ അമ്മയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. അമ്മ ഈശോയ്ക്ക് കൊടുത്ത് ആശീർവദിക്കുവാൻ, നിവർന്നു നിന്ന് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ നമ്മളെ സഹായിക്കണമേ എന്ന് അമ്മയിലൂടെ ഈശോയോട് പ്രാർത്ഥിക്കാം. ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.